ദന്തപ്പാല തേച്ച് ത്വക്ക് രോഗങ്ങൾ വർദ്ധിപ്പിക്കുന്നവരുടെ എണ്ണം ഇന്ന് കേരളത്തിൽ വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ദന്തപ്പാലയുടെ ഒരു ഇല വെളിച്ചെണ്ണയിലിട്ട് വെച്ച് സൂര്യപ്രകാശത്തിൽ ഒക്കെ കൊള്ളിച്ച് കഴിയുമ്പോൾ ആ എണ്ണയൊക്കെ ഒരു ചുവന്ന നിറത്തിലേക്കൊക്കെ വരുന്നത് വളരെ കോമൺ ആണ് ഇന്ന് ഒരു പ്രാക്ടീസ്. ഒട്ടുമിക്ക ത്വക്ക് രോഗങ്ങൾ കൊടുക്കുന്ന എണ്ണകളിലും ഈ ദന്തപ്പാലയുടെ ഒരു സാന്നിധ്യമുണ്ട്. ഇത് പലപ്പോഴും നമുക്കറിയാം അത് ഉഷ്ണ സ്വഭാവമുള്ളതാണ് ഈ ദന്തപ്പാല എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലർജി മൂലം അല്ലെങ്കിൽ അസിഡിറ്റി മൂലം ത്വക്ക് രോഗങ്ങളുള്ളവർ ഈ ദന്തപ്പാലയുടെ എണ്ണ തേക്കുമ്പോൾ ആദ്യം ചെറിയൊരു വട്ടത്തിലുണ്ടായിരുന്ന സ്കിൻ ഡിസീസ് വലിയ വട്ടത്തിലേക്കും അങ്ങനെ ഈ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതിനും കാരണമാവുന്നുണ്ട്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ദന്തപ്പാല എല്ലാവർക്കും നല്ലതല്ല. പലപ്പോഴും പലരും പറയും എനിക്ക് തേച്ചിട്ട് നല്ല ഗുണം കിട്ടി, അതുകൊണ്ട് നീ തേച്ചോ, ശരീരത്തിൽ തേച്ചോളാനൊക്കെ പറയും. പക്ഷെ ഒരാൾക്ക് ഗുണം കിട്ടിയത് മറ്റൊരാൾക്ക് ഗുണം കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മുടെ ശരീരം ആർക്കൊക്കെ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് വളരെ ഒരു മിനിമം ലെവലിൽ ഞാൻ പറഞ്ഞു തരാം. ഒന്ന്, ഹെവി അസിഡിറ്റി ഉള്ളവർ, അതായത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഭയങ്കരമായ വിശപ്പ് വരുന്നവർ, അല്ലെങ്കിൽ ശരീരം ഭയങ്കര ചൂടായിട്ടുള്ളവർ, അല്ലെങ്കിൽ പൊടിക്ക് അലർജി, അങ്ങനെ ഭയങ്കരമായ അലർജി ഉള്ളവരൊക്കെ ദന്തപ്പാല ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെ ത്വക്ക് രോഗം ഗണ്യമായിട്ട് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്.